നോർത്ത് പറവൂർ നഗരസഭ 2-ാം വാർഡിൽ വയോജന ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. വാർഡ് കൗൺസിലർ ലൈജി ബിജു ഉദ്ഘാടനം ചെയ്തു. പറവൂർ നഗരസഭ 2-ാം വാർഡിൽ ഇന്ന് വയോജനങ്ങളെ എല്ലാവരും ഒന്ന് ഒന്നിച്ച് കാണുകയും അവരായിട്ടൊന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മീറ്റിംഗ് സംഘടിപ്പിക്കുകയും വയോജനങ്ങളെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് ഈ മീറ്റിങ്ങിൽ നിൽക്കുന്നത്. നമ്മുടെ വയോജന ക്ലബ്ബ് ഒരെണ്ണം നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ അംഗങ്ങളും കൂടാതെ അതിൽ ഭാഗമാകാത്ത എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വാർഡിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എത്ര തിരക്കുള്ള ജീവിതത്തിലും ഒരു റിട്ടയർമെന്റ് ലൈഫിൽ വിശ്രമ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ് അവർ വീട്ടിൽ എല്ലാം മക്കളുകളൊക്കെ ജോലിക്ക് പോകുമ്പോൾ വീട്ടിൽ ഏകാന്തത അനുഭവിച്ചിരിക്കുന്ന ഒരുപാട് നമ്മളിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. കുറേ പേർക്ക് മൊബൈല്, വാട്സപ്പ് കാര്യങ്ങൾ ഒക്കെ എല്ലാം ഉണ്ട്. ഒന്നുമില്ലാത്ത കുറേ മനുഷ്യർ ഇതിൻ്റെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും എല്ലാ മാസവും ഒത്തുകൂടി ഇങ്ങനൊരു വയോജന ദിനം ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ്. അപ്പോൾ അവർക്കൊരു ഏകാന്തത അനുഭവപ്പെടാതെ ഒരു കൂട്ടായ്മ, നമ്മുടെ കൂടെ ആളുകളുണ്ട്, നമുക്ക് കൂട്ടുകാരൊക്കെ ഉണ്ട്, ചിരിക്കാനും കളിക്കാനും എല്ലാം ഉണ്ട് എന്നുള്ള ഒരു ബോധത്തോടെ അവർക്കൊരു മാനസിക ഉല്ലാസം, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ഉല്ലാസം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വയോജന ക്ലബ്ബ് ഇതിൻ്റെ ലക്ഷ്യം തന്നെ. അപ്പോൾ എല്ലാവിധ ആശംസകളും ഈ ദിനത്തിൽ വയോജനങ്ങൾക്ക് നേർന്നുകൊണ്ട് വയോജന ക്ലബ്ബ് പ്രസിഡന്റ് പൗലോസ് കൊന്നുള്ളി അധ്യക്ഷനായി. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം വേണമെന്ന് പ്രത്യേകം പറയുകയാണ്. ഇനി ഇതിനെ നമ്മൾ വയോജന ദിനത്തെ പറയുകയാണെങ്കിൽ നമ്മളൊരിക്കലും ഒരു വയസ്സായി എന്നുള്ള നിലയിൽ നമ്മളെ കാണുന്നത്, നമ്മൾ ഊർജ്ജസ്വലമായിട്ട് നിൽക്കുന്ന നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരിക്കും നമ്മൾ ഒരു സ്വത്താണ്, ഈ രാജ്യത്തിന്റെ ഒരു സ്വത്താണ് വയസ്സന്മാർ. കാരണം വളരെ അനുഭവജ്ഞാനമുള്ള അനുഭവ സമ്പത്തുള്ള മനുഷ്യരാണ് നമ്മൾ. നമ്മളിൽ നിന്ന് അതിന് ഒരു ഡിഗ്രികളൊന്നും വേണ്ട, അനുഭവം എന്ന് പറയുന്നതാണ് ഡിഗ്രി. അത്രയും ഡിഗ്രി ഒന്നും വേറെ ഒന്നിനും കിട്ടില്ല. മറ്റതെല്ലാം സ്പെഷ്യലൈസ് ചെയ്ത് ഓരോന്നോരോന്നതിന് പോകുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ജീവിതത്തിന്, ഒരു സാമൂഹ്യ ജീവിതത്തിന് ഏറ്റവും ആവശ്യം നമ്മളുടെ അനുഭവ സമ്പത്ത് തന്നെയാണ്. എസ് രാജൻ മുഖ്യാതിഥിയായി സംസാരിച്ചു. അങ്ങനെ ഉണ്ടാകുന്ന സന്തോഷം നമ്മുടെ ഏജിനെ റിവേഴ്സ് ചെയ്യുന്നതിന് ആവശ്യമായ ഡോപാമിൻ, സെറോട്ടിൻ പോലെയുള്ള രാസപദാർത്ഥങ്ങൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുകയും നമുക്ക് കുറച്ചുകൂടെ സന്തോഷമുള്ളവരായി ജീവിക്കാൻ കഴിയും. സന്തോഷമുണ്ടാകണമെങ്കിൽ ഉറപ്പാണ് ഈ 2 കെമിക്കൽസ് ഉണ്ടാകണം. അതുണ്ടാകുന്ന സാഹചര്യങ്ങളിലൂടെയാണ് ഈ എത്രയും ഹോർമോണുകൾ. അപ്പോ ഒന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുതിർന്ന പൗരന്മാരുടെ റിഹാബിലിറ്റേഷന്, അവർക്ക് വെൽഫെയറിന്, അവരുടെ കൂട്ടായ്മകൾ രൂപപ്പെടുത്തുന്നതിന് പുതിയ കാലത്ത് പ്രത്യേകിച്ച് ഭരണഘടനാ ഭേദഗതി 74-75 വികേന്ദ്രീകരണ സ്വഭാവത്തോടുകൂടി വന്നപ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് ചെയ്യാനുള്ള ഇടങ്ങൾ ഉണ്ടാകണം. പ്രദേശ തലത്തിൽ ഒരു മുതിർന്ന പൗരന്മാരുടെ ഒരു ഫോറം ഉണ്ടാകണം. അതിനെന്താ സാറെ പറയാമെന്ന് പേര്? സീനിയർ സിറ്റിസൺസ് ഫോറം. സീനിയർ സിറ്റിസൺസ് ഫോറം ഉണ്ടാകുക. ആ സീനിയർ സിറ്റിസൺസ് ഫോറം പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്ത് വർക്കിംഗ് ഗ്രൂപ്പിന് കൊടുത്ത് അതിലൂടെ ഓരോ വാർഡിലും മുതിർന്ന പൗരന്മാരെ കെയർ ചെയ്യാനായിട്ട്, അത് ആരോഗ്യമാകട്ടെ, ഇതിന് ഏത് പ്രശ്നമാണ്, ജെറിയാട്രിക് ഇഷ്യൂസ് അഡ്രസ് ചെയ്യാൻ നടക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറെയൊക്കെ നമ്മുടെ ഏകാന്തതയുടെ അപാരതീരങ്ങൾ തേടിയുള്ള യാത്ര കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. സെക്രട്ടറി ജോർജ് പൊയ്യാത്തുരുത്തി, അച്ചാമ്മ മോഹൻ, ഷീബ ടീച്ചർ, നടേശൻ, വിമല കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.